കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ ഉർവശിയെക്കുറിച്ച് ഓർത്ത് വിങ്ങിപ്പൊട്ടി കരയുന്ന മനോജ് ഗേജിനെ നമുക്ക് കാണാം. അത് അച്ഛൻ കരയുമ്പോൾ മകൾ ആശ്വസിപ്പിക്കുന്നതും നമ്മൾക്കിപ്പോൾ കാണാം. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ് ഉർവശിയും മനോജ് കെ ജയനും. മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമ എത്താറായി. സുന്ദരിയായ അവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജാലക്ഷ്മിയുടെ അരങ്ങേറ്റം. വേർപിരിഞ്ഞെങ്കിലും പരസ്പരമുള്ള ബഹുമാനം കൈവിടാതെയാണ് മനോജ് ഗേജനും ഉർവശിയും മുന്നോട്ട് പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചുവെങ്കിലും അതെല്ലാം തെറ്റുകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഇരുവരും ഇപ്പോൾ മകളുടെ കാര്യത്തിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയൽ കുഞ്ഞാറ്റയുടെ കുഞ്ഞു മനസ്സിൽ ഏൽപ്പിച്ച മുറിവുകൾ ഒരുപാടാണെന്നും ഇരുവരും തിരിച്ചറിഞ്ഞ ശേഷം ഒരിക്കലും പിന്നീട് മകളെ വേദനിപ്പിക്കുക യാതൊന്നും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വേർപിരിയലിന് ശേഷം മകൾക്കു വേണ്ടിയായിരുന്നു മനോജ് കെ ജയൻ ജീവിച്ചത്. അവൾ 7 വയസ്സുള്ളപ്പോഴാണ് ചെന്നൈയിൽ നിന്നും തിരിച്ചു പോന്നത്. അവളെ സ്കൂളിലാക്കിയപ്പോൾ അവളുടെ സൗകര്യത്തിന് വേണ്ടി സ്കൂളിനടുത്ത് തന്നെ വീട് വാങ്ങി അവിടേക്ക് താമസം മാറ്റി. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴിതാ മകളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് സിനിമാ പ്രവേശനത്തിന് ഒരുങ്ങി മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ മനോജ് കെ ജയൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം മകൾ പറഞ്ഞപ്പോൾ ആദ്യം ഇക്കാര്യം അമ്മയെ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞതും ഒരു വേള വാക്കുകൾ ഇടറിയതും മകളുടെ ഒരിഷ്ടത്തിനും എതിര് നിൽക്കാത്ത അച്ഛനെയാണ് അവിടെ എല്ലാവരും കണ്ടത്. അവളെ പഠിപ്പിച്ച് വിവാഹപ്രായം എത്തുമ്പോൾ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ +2 കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ ക്രൈസ്റ്റ് കോളേജിലേക്ക് വിട്ടു. പിന്നീട് ജോലിക്ക് കയറി. അവൾക്ക് എന്താണോ ഇഷ്ടം അതാണ് എൻ്റെയും ഇഷ്ടമെന്നാണ് മനോജ് കെ ജയൻ പറയുന്നത്. പഠനം കഴിഞ്ഞ് ജോലി ചെയ്യണമെന്നും അവൾ പറഞ്ഞു. അങ്ങനെ ജോലിയും ചെയ്തു.